ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. കുറേ ആയി ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുത്തിട്ട്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ഒന്ന് ഫ്രഷപ്പ് ആയതിന് ശേഷം നേരെ അടുക്കളയിലേക്ക് പോയി. അമ്മ കുളിക്കുകയാണ്. അമ്മ കുളിച്ചിട്ടാണ് അടുക്കളയിൽ കയറുള്ളൂ. അപ്പോൾ ഞാനിത് രാവിലത്തേക്ക് കപ്പയൊക്കെ മുറിച്ചിടുകയാണ്. കപ്പയും ചിക്കൻ കറിയാണിത്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതൊക്കെ ആക്കി വെള്ളത്തിലിട്ട് അപ്പോഴത്തേക്ക് അമ്മ വന്നു. പിന്നെ ഞാൻ മുറ്റം തൂക്കാൻ പോയി. പിന്നെ ചെറുതായിട്ട് പനിക്കൊക്കെ ചെയ്തു. പിന്നെ എനിക്ക് സുഖമില്ല, അമ്മക്ക് സുഖമില്ല, സബിനേട്ടന് ചെറുതായിട്ട് കോൾഡൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് എൻ്റെ മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ഒരു പനിച്ചു. നമ്മളെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നു. ഞാൻ ഫസ്റ്റത്തെ ദിവസം നല്ലോണം വെള്ളം കൊണ്ടുള്ള കളിയാണ്. അപ്പോൾ അതിൻ്റെതാന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പം 2 വീക്കായി. പക്ഷേ ഇതുവരെയായിട്ട് മാറിയില്ല. ഞാൻ പനിച്ചു, പിന്നെ അമ്മയ്ക്ക് പനി വന്നു. ഫുള്ളിതായി. എന്താണെന്ന് അറിയാം, ഒരു വല്ലാത്തൊരു ഇതുപോലെയായിരുന്നു. സബിനേട്ടനുണ്ട് തൊണ്ടവേദന, അങ്ങനെ ഇതൊക്കെ വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അന്നത്തെ ആ വെള്ളം കൊണ്ടുള്ള കളി കൊണ്ടായിരിക്കാം ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ട്രിപ്പൊക്കെ പോയി വന്നു. ഞാൻ അന്ന് അലക്കിയിട്ടു. അപ്പം തന്നെ ഞാൻ ബെഡിലിട്ടു. അങ്ങനെ തന്നെ അപ്പം തന്നെ ഞാൻ പിന്നെ രാത്രി മടക്കി വയ്ക്കാൻ അന്നാകെ മൊത്തം ടയേർഡായിരുന്നു. അപ്പോൾ രാത്രി മടക്കി വയ്ക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ എടുത്ത് അൽമാരീൻ്റെ അകത്ത് കൊണ്ടുപോയി വെച്ചു. പിന്നെ മടക്കി വയ്ക്കാൻ, പിന്നെ അത് ഇതുവരെയായിട്ട് മടക്കി വെച്ചില്ല. അതൊന്ന് വൃത്തിയാക്കണം. പിന്നെ ആണെങ്കിൽ നല്ലോണം പൊടി പിടിച്ചിട്ടുള്ളത്. കുറേ ആയി നമ്മൾ ക്ലീൻ ചെയ്യാത്തത്. പിന്നെ നമ്മളെ യൂട്യൂബിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്ലീനിങ് വീഡിയോ ഇടുമെന്ന്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. നിങ്ങളിങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ കൂടിയിട്ടൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന്. ഇതിലേക്ക് പോകാം. എന്നോട് തൂക്കിയിട്ടാണ് ഇങ്ങനെ ആനിവേഴ്സറിയായി തലയിൽ പോയി. അതിനകത്ത് മാറ്റാൻ മറന്നുപോയി.
ട്രോളി ഒന്നാണ് ശരിക്കുള്ളതാണ് ഒരുപാട് സാധനം. പിന്നെ വേറൊരു സാധനമുണ്ട് അമ്മേൻ്റെ കയ്യിൽ, ഞാൻ കണ്ടില്ല കുറേ പ്രാവശ്യം ചോദിക്കുന്നത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ അമ്മേൻ്റെ കല്യാണ കത്ത്, അതേപോലെ മാമൻ്റെത്, അവർക്ക് കല്യാണ കത്ത് അമ്മ ഇങ്ങനെ സൂക്ഷിച്ച്. ഞാൻ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെ കല്യാണ കത്ത് ഒന്ന് തരണം എന്ന് പറഞ്ഞിട്ട്. ചോദിച്ചാൽ എന്തിനാന്ന് വെച്ചു. ഭഗവാനെ അത് സൂക്ഷിച്ച് വെക്കാനാണെന്ന്. അപ്പം പറഞ്ഞു സൂക്ഷിച്ച് വെക്കാനോ എന്തിനി? അപ്പം പറഞ്ഞു എല്ലാവരും ഉണ്ട്, മാമൻ്റെയോട് ഞാനും ഉണ്ട്, പണ്ട് കാലത്ത് കഞ്ഞി കുടിക്കാൻ തരണം അങ്ങനെയാണ് അത് പറയുന്നത്. കത്തിൻ്റെ തടിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്കൊക്കെ കാണുന്നതൊക്കെ തന്നെ നമുക്ക് കാണാം. അപ്പോൾ അതാണ്. പിന്നെ എൻ്റെ കോട്ടന് ഇത് നമ്മൾ, അതായത് അഡ്മിനിസ്ട്രേഷൻ ഓഫീസേഴ്സ് തായ്ലൻഡ് കൊണ്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ പാക്കേജിനും ഡെസ്റ്റിനേഷന് കൂടുതലുള്ളതാണ് നമ്മൾ എടുത്തത്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്താണ് ഈ ഡിസാണ്. ഇതൊക്കെ അന്ന് കൊണ്ടാച്ചാൽ മതി. ഇത് പിന്നെ വാലന്റൈൻസ് ഡേ അന്ന് കൊണ്ടാച്ചാൽ അപ്പം ഞാനത് അടുപ്പായി. ഫോട്ടോ നമ്മുടെ ഫോക്കിൽ തന്നെ എടുത്ത ഫോട്ടോ. ഇതൊക്കെ നമ്മൾ ഫോട്ടോക്ക് പോസ് ചെയ്യുന്ന സമയത്ത് ആ പെണ്ണ് വന്നെടുത്തതാണ് ഒരു കുട്ടി. ഞാൻ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ഫോട്ടോ അത്. രണ്ടാമത്തെ ഫോട്ടോ അത്. മൂന്നാമത്തെ ഫോട്ടോ ഇത്. അങ്ങനെ ഇതാ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഫുഡ് കഴിക്കണം. ഒരുപാട് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട്. പക്ഷെങ്കിൽ പനി ആയതുകൊണ്ടൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടാണുള്ളത്. അതൊക്കെ ഒന്ന് പെട്ടെന്ന് എഡിറ്റ് ചെയ്തിടണം. പിന്നെ ഇന്ന് വൈകുന്നേരം ഒന്ന് അമ്പലത്തിൽ പോകണം. നാളെ ഇവിടെ അമ്പലത്തിൽ ഉത്സവമുണ്ട്. അപ്പം അവിടെ ഒന്ന് പോകണം. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. എന്നിട്ടൊന്ന് മൂവി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, മൂവി കാണണം. നമുക്ക് ഫുഡ് കഴിക്കാം. സ്വർണ്ണ കസ്തൂരി കനക കളഭങ്ങൾ കാറ്റിലുതിരുന്നുവോ, അറിയമാൻ പേട പോലെ നീ എൻ്റെ അരികെ വന്നൊന്നു നിൽക്കുമ്പോൾ, മഴയിലാടുന്ന ദേവതാരങ്ങൾ മന്ത്രമേലാപ്പുമെയ്യുമ്പോൾ നീ വനവലാകയായി പാടും. അങ്ങനെ പിന്നെ അമ്പലത്തിലൊക്കെ പോയി വന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷം അതും ഞാൻ ലേറ്റായിട്ട് ഇറങ്ങിയത്. കോഴിക്കോട് ബീച്ചിലൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് സബിനേട്ടൻ പറയുന്നത് അവിടെ ഒരു ഫെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ ഫിഷിൻ്റെ ഉണ്ട്, പിന്നെ നമ്മുടെ കേരളം എന്ന് പറയുന്ന വേറൊരു ഭാഗത്ത് അതും ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടെ കയറി. ഉള്ളിൽ കാണാൻ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലേറ്റായിട്ടാണ് എത്തിയത്, പാർക്ക് ചെയ്യാനും സ്ഥലമില്ലായിരുന്നു. പിന്നെ ഞാൻ അവിടുന്ന് വാനാസുന്ദരിയും സബിനേട്ടൻ മലബാർ ദം ബിരിയാണിയും
നമ്മൾ ഓരോരോ രാജ്യത്തിൻ്റെതും ഫുഡ് ഐറ്റംസ് ഉണ്ട്. അപ്പം വെറൈറ്റി ആയിട്ടൊന്ന് പിടിച്ചാണ്. പിന്നെ അവിടെ നിന്ന് ജ്യൂസും കുടിച്ചു പിന്നെ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ വീഡിയോ എത്ര ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ബൈ.